السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയയിൽ ഈ ഹദീസ് ക്ലാസ്സുകൾ ശ്രവിക്കുന്ന പഠിക്കുന്ന ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഹദീസ് 8-ാമത്തേതാണ്. ഹദീസിനെ നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഉമിർതു അൻ ഉഖാതില الناس حتى يشهدوا أن لا إله إلا الله وأن محمدا رسول الله ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى. رواه البخاري ومسلم. ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുള്ള ഇബ്നു ഉമറാണ്. ഉമർ സഹാബിയാണ്, അബ്ദുള്ളയും സഹാബിയാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരെ തൊട്ടും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നുള്ള ദുആ വചനം വന്നത്. അബ്ദുള്ള ഇബ്നു ഉമർ അബു അബ്ദുറഹ്മാൻ നമുക്ക് മുൻപിൽ ഒരു ഹദീസിൽ വന്നു. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജുലുൻ സാലിഹ്, സ്വാലിഹായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ് അബ്ദുള്ള ഇബ്നു ഉമർ. ആ ഒരു വിശേഷണത്തിൽ ചിലർ സഹാബികളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഹബശ ഭരിച്ച ഭരണാധികാരി നജാഷി രാജാവ്, സഅദ് ബിൻ മുആദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഫൈറൂസ് അദ്ദൈലമി റഹിമഹുല്ല, അതുപോലെ നമ്മുടെ റാവിയായ അബ്ദുള്ള ഇബ്നു ഉമർ, ഇന്ന അബ്ദുല്ലാഹ് റജുലുൻ സ്വാലിഹ്, നിശ്ചയം അബ്ദുള്ള സാലിഹായ വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നജാഷിയെക്കുറിച്ച് പറഞ്ഞു, ഹബശയിൽ സാലിഹായ ഒരു വ്യക്തി മരണം വരിച്ചിരിക്കുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവാർത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സാലിഹായ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അർഷ് ഇഹ്തസ്സ അർഷുർ റഹ്മാൻ എന്നാണ്, അത് ഇളകിത്തരിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് മാനം കയറുന്ന അവസരത്തിൽ ഫൈറൂസ് ദൈലമിയുടെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം അസ്വദുൽ അനസി എന്ന് പറയുന്ന പ്രവാചകത്വം വാദിച്ച കള്ളപ്രവാചകനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അസ്വദുൽ അനസി കൊല്ലപ്പെട്ടു. സാലിഹായ വ്യക്തി ഫൈറൂസ് ദൈലമിയാണ് അവനെ കൊന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സലാഹ് കൊണ്ടുള്ള, സലാഹിയത്ത് കൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വിശേഷണം നേടിയ സഹാബിയാണ് നമ്മുടെ കഥാപാത്രമായ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ. അദ്ദേഹം പറയുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ആര് കൽപ്പിച്ചു? കൽപ്പിച്ചാൽ പറയപ്പെട്ടില്ല, പക്ഷേ അത് പ്രസിദ്ധമാണ്, അതുകൊണ്ട് തന്നെ പറയേണ്ടതില്ല. അള്ളാഹുവാണ് കൽപ്പിച്ചവൻ. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാതില الناس, ജനങ്ങളോട് മുഖാത്തലത്ത് നടത്തുവാൻ. മുഖാത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധമാണ്. മുഖാത്തലത്ത് ഖത്ലല്ല, ഖത്ൽ എന്ന് പറഞ്ഞാൽ വധിക്കലാണ്. മുഖാത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യലാണ്, ജിഹാദിന് വേണ്ടിയുള്ള പരിശ്രമമാണ് മുഖാത്തലത്ത്. ഉമിർതു അൻ ഉഖാതില الناس, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അവർ സാക്ഷ്യം പ്രഖ്യാപിക്കുന്നത് വരെ. ഷഹാദത്ത് വിശ്വാസമാണ്, ഷഹാദത്ത് ഉച്ചരിക്കലാണ്, ഷഹാദത്ത് പ്രഖ്യാപിക്കലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ യുദ്ധാർഹരായ ആളുകളോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വയുഖീമുസ്സലാഹ്, അവർ നമസ്കാരം നേരാംവിധം നിർവഹിക്കുകയും വയുത്തു അസ്സക്കാ, അവർ സക്കാത്ത് നൽകുകയും ചെയ്യുന്നത് വരെ. വിഷയം നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. ഫൈദാ ഫഅലു ദാലിക്, അവർ അപ്രകാരം പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങൾ ചൊല്ലുകയും നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക എന്നുള്ള പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപനം യുദ്ധം നടക്കുന്ന ആ സമയം തന്നെ ഉണ്ടാകും. എന്നാൽ നമസ്കാരവും സക്കാത്തും യുദ്ധഭൂമിയിൽ നടക്കുന്ന വിഷയമല്ല. പക്ഷേ അത് നിഷേധിക്കാതെ അത് സമ്മതിക്കുന്ന അവസ്ഥ മതി.
ഞാൻ നമസ്കരിക്കാൻ തയ്യാറാണ്, നമസ്കാരത്തെ നിഷേധിക്കുന്നവനല്ല, നമസ്കരിക്കും, സക്കാത്ത് കൊടുക്കും. കാരണം നമസ്കാരത്തിന് ശുദ്ധി വരുത്തണം, നമസ്കാരത്തിന് ഷർത്തുകൾ പുലരണം, നമസ്കാരം പഠിക്കണം. അപ്പം അതിന് സമയം വേണം. സക്കാത്ത് കൊടുക്കാൻ സ്വത്തിന് നിസാബെത്തണം, നിസാബെത്തിയ സ്വത്തിന് വർഷം തികയണം, കടങ്ങളൊന്നുമില്ലാതെ ഷർത്തുകൾ പൂർത്തീകരിക്കുന്ന അവസ്ഥ വരണം, പിന്നെ തടസ്സങ്ങൾ നീങ്ങുകയും വേണം. അപ്പോൾ ഇഖാമത്തു സലാത്തും ഈതാഉ സക്കാത്ത്, സക്കാത്ത് നൽകലും അത് ആരാണോ യുദ്ധം അർഹിക്കുന്നത് അവരിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മതവും അംഗീകാരവും ഉണ്ടായാൽ മതി. അത് നിർവഹിക്കലും നൽകലും പിന്നീടത്തെ വിഷയമാണ്. ഫൈദ ഫഅലു ദാലിക, അത് അവർ പ്രാവർത്തികമാക്കിയാൽ, ആസമു മിന്നി, അവർ എന്നെ തൊട്ട് തടഞ്ഞു, ദിമാഅഹും, അവരുടെ രക്തവും, വ അംവാലഹും, അവരുടെ സ്വത്തുക്കളും, ഇല്ല ബി ഹഖിൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാമിന്റെ അവകാശം അതിനെ അനുവദിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയായാൽ അവരുടെ സ്വത്ത് എടുക്കപ്പെടുന്ന, അവരുടെ രക്തം ചിന്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലി നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ പറയുന്നതാണ്. എന്താ വിഷയം? ഇസ്ലാമിന്റെ ഒരു അവകാശം സ്വത്തെടുക്കാൻ, രക്തം ചിന്താൻ അനുവദിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്ന അവസ്ഥയായാൽ അതുണ്ടാകും എന്ന് പറഞ്ഞാൽ, വിവാഹിതൻ വ്യഭിചരിച്ചാൽ, അപ്രകാരം വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റകൃത്യം ചെയ്തു, ഇപ്പോൾ ഖിസാസിനെ അനിവാര്യമാക്കുന്ന, പ്രതിക്രിയയെ അനിവാര്യമാക്കുന്ന കൊലപാതകം ചെയ്തു, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തം ചിന്തും എന്നർത്ഥം. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അത് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്, അത് അള്ളാഹു ഏറ്റ വിഷയവുമാണ്. എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായി ഒരു വ്യക്തി, അതും യുദ്ധാർഹനായ വ്യക്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ, മുഹമ്മദുർ റസൂലുള്ള എന്നതിനെ സമ്മതിക്കുന്ന നിലക്ക് നമസ്കാരം നിലനിർത്താം, സക്കാത്ത് കൊടുക്കാം എന്നതൊക്കെ സമ്മതിക്കുന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഖലാസ്, അയാൾ യുദ്ധാർഹനാണ് എങ്കിൽ അയാളെ ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനത്തോടുകൂടി വിട്ടുകൊള്ളണം. വധിക്കാൻ പാടുള്ളതല്ല. അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്യാനോ, അയാൾ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, താൽക്കാലം തടിസലാമത്താക്കാൻ വേണ്ടിയിട്ട് മൊഴിഞ്ഞതാണ്, ആയുധം കണ്ട് പേടിച്ച് പറഞ്ഞതാണ്, ഉള്ള് പൊള്ളയാണ്, ഉള്ള് കപടമാണ്, ഇതൊന്നും വിധിക്കാനുള്ള അവകാശമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ ഖലാസ്. യുദ്ധാർഹനായ ഒരു ശത്രു, അവിശ്വാസി, അയാൾ ആ പ്രഖ്യാപനത്തോടു കൂടി സുരക്ഷിതനാകും എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് ഉണർത്തുന്നത്. അയാളുടെ മനസ്സിലെന്ത്, അയാൾ കപടനാണോ, കളങ്കമുള്ളവനാണോ, ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിടേണ്ടതാണ്. അവിടെയാണ് വിചാരണ മനസ്സിലുള്ളതിന്റെ വിഷയത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നഹ്നു നഹ്കും ബിദ്ദവാഹിർ വല്ലാഹു യതവല്ല സറായിർ, നമ്മൾ ഉപരിപ്ലവമായ വാക്കുകൾ, പ്രവൃത്തികൾ അതുകൊണ്ട് വിധിക്കും. അള്ളാഹുവാണ് രഹസ്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ. പരലോക കോടതിയിലാണ് വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകത്തുള്ളത് പുറത്ത് കൊണ്ടുവരപ്പെടുന്ന അവസ്ഥയുണ്ടാകുക, അതിനനുസരിച്ചുള്ള വിധിയും ഉണ്ടാവുക. ഏതായാലും ഈ ഹദീസ് ഏറെ മഹനീയമായിട്ടുള്ള ഒരു ഹദീസാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഉണർത്തുന്ന ഹദീസുമാണ്. ഉമിർതു അൻ ഉഖാതില നാസ്, ജനങ്ങളോട് ഖിതാലിന് ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ ജനങ്ങളോടും ഖിതാല്, യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നുമല്ല അതിൻ്റെ അർത്ഥം. യുദ്ധം അർഹിക്കുന്ന ആളുകളുണ്ടാകും, അവരോട് യുദ്ധം ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ വിഷയമാണ് ഇവിടെ പ്രതിപാദ്യം. അത് എത്ര വരെ മാത്രമേ ആകാവൂ എന്നുള്ളത്. യുദ്ധം അർഹിക്കുന്ന വ്യക്തികളാണ് മറുവശത്ത് നിൽക്കുന്നത് എങ്കിൽ അവരോടും ഒറ്റയടിക്ക് യുദ്ധം അത് പറയപ്പെട്ടിട്ടില്ല. അവരെ ഇസ്ലാമിക സന്ദേശം കേൾപ്പിക്കണം, അവരെ ദീനി വിഷയം അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയിനോട് പറഞ്ഞില്ലേ, ല അൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറുൻ നിഅം, യുദ്ധാർജിത സ്വത്തുക്കൾ, ചുവന്നോട്ടങ്ങൾ പോലുള്ള യുദ്ധാർജിത സ്വത്തുക്കൾ നിനക്കുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരു മനുഷ്യൻ ഹിദായത്ത് ഉൾക്കൊള്ളലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകളുടെ സൽപാന്താവും സന്മാർഗവുമാണ് ലക്ഷ്യം, അല്ലാതെ ആളുകളുടെ രക്തമോ അവരുടെ സ്വത്തുക്കളോ അല്ല ഒരിക്കലും എന്നുള്ളതാണ്. യുദ്ധാർഹരായവർ സായുധധാരികളായി നിൽക്കുമ്പോൾ അവിടെ പോലും അവർക്ക് ഇസ്ലാമിന്റെ സമാധാന സന്ദേശം കേൾപ്പിച്ച് അവരുടെ മനസ്സ് വഴങ്ങുന്നോ, തണുക്കുന്നോ, പദപ്പെടുന്നോ എന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. ഇനി യുദ്ധാർഹരിൽ എല്ലാവരോടും യുദ്ധം പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലാ തഖ്തുലു വലീദൻ, കുട്ടികളെ കൊല്ലരുത്, വലാ തഖ്തുലു ഇംറഅതൻ, സ്ത്രീകളെ കൊല്ലരുത്, വലാ കബീറൻ ഫാനിയൻ, വൃദ്ധരെ കൊല്ലരുത്, വലാ മുൻആസിലൻ ബിസൗമാഅത്തിൻ, മഠങ്ങളിൽ ധ്യാനികളായിരിക്കുന്നവരെ കൊല്ലരുത്, വല അസ്ഹാബ സവാമിഅ, മഠങ്ങളെ പരിപാലിക്കുന്ന ആളുകൾ കൊല്ലപ്പെടരുത്, വല തഖ്തുലു ദുർരിയ, നിങ്ങൾ കുട്ടികളെ, സന്തതികളെ കൊല്ലരുത്, അതേപോലെ വല തഖ്തുലു അസീഫ, നിങ്ങൾ കൂലി വേല ചെയ്യുന്ന ആളുകളെ കൊല്ലരുത്. ഇതൊക്കെയും ഈ അന്നാസ് എന്ന പ്രയോഗത്തിൽ നിന്ന് ഇസ്തിസ്ന മാറ്റി ഒഴിവാക്കി പറയപ്പെട്ടവരാണ്. അപ്പോൾ
യുദ്ധാർഹരായ ആളുകളാണ്. അതിൽ തന്നെയും ഈ ആളുകൾ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയാണ് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. യുദ്ധഭൂമിയിൽ സ്ത്രീ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ മൻ ഖതല ഹാദിഹി, ഇവളെ ആര് കൊന്നു, മാ കാനത്ത് ഹാദിഹി ലതുഖ്തൽ, ഇവൾ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു, അതേപോലെ ലതുഖാതൽ, ഇവളോട് ഖിതാൽ യുദ്ധം പാടില്ലായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറയുകയും അത് മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഉള്ളവർ ആവർത്തിച്ച് കേട്ടപ്പോൾ ലൈതഹു സക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മൗനം ദീക്ഷിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വരെ അവർ പ്രതികരിക്കുകയും ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് ഖിതാല് കൊണ്ട് ഞാൻ കൽപ്പിച്ചു, ഖിതാലിന് ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യുദ്ധാർഹരായ ഒരു വിഭാഗം ആളുകൾ അവർക്ക് സത്യസന്ദേശം കേൾപ്പിച്ച് അവർ വഴങ്ങുന്നില്ല, അവർ യുദ്ധാർഹരായി തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അവരിൽ എല്ലാവരോടും തന്നെ യുദ്ധമില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ വരികളാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത്. എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്ത മാതൃകയിൽ നമ്മൾ ഖിതാലിനെ വായിക്കുന്നുണ്ട്. ശത്രുവിനോട് യുദ്ധം ചെയ്തതിന് നമ്മൾ വായിക്കുന്നുണ്ട്. 23 വർഷ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ജീവിതം നോക്കിയാൽ അതിൽ 15 വർഷം യുദ്ധം ചെയ്യാനോ യുദ്ധത്തിന് അനുമതിയോ ഇല്ലാത്ത വർഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് 2ാമത്തെ വർഷമാണ് ബദർ യുദ്ധം. അപ്പോഴത്തേക്ക് 15 വർഷമായി. യുദ്ധം നിയമമാക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് 8 വർഷമാണ്. ആ 8 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ യുദ്ധം നടന്നത് 9 യുദ്ധം മാത്രമാണ്. 9 യുദ്ധങ്ങൾ മാത്രം. ശത്രുക്കളോടുള്ള ഏറ്റുമുട്ടലുണ്ടായത് 9 എണ്ണത്തിൽ മാത്രമാണ്. അതിൽ 8 യുദ്ധങ്ങളിലാണ് ആളപായമുണ്ടായത്. ഇരുപക്ഷത്തു നിന്നും ആളപായമുണ്ടായത് 8 യുദ്ധങ്ങളിലാണ്. ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടായി ഉണ്ടായെങ്കിലും ഇരുപക്ഷത്തും ആളപായമില്ല. 28ഓളം യുദ്ധങ്ങൾക്ക് മദീനയിൽ നിന്ന് പുറപ്പാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പുറപ്പാടിൽ എല്ലാം യുദ്ധത്തിൽ കലാശിച്ചിട്ടില്ല. 9 എണ്ണം മാത്രമാണ് യുദ്ധത്തിൽ കലാശിച്ചത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന യുദ്ധങ്ങൾ അത് 9 എണ്ണം മാത്രമാണ് എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. എന്തുകൊണ്ട് 28 യുദ്ധപ്പുറപ്പാടുകളുണ്ടായി? അത് 9 എണ്ണം മാത്രം ഏറ്റുമുട്ടലിൽ കലാശിച്ചു. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് ലാ തതമന്നൗ ലിഖാ അൽ അദു, ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുതേ എന്നാണ്. യുദ്ധത്തിന് സായുധധാരികളായി പുറപ്പെടുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുതേ എന്നാണ്. ശത്രുവിനെ കണ്ടുമുട്ടി ഒരു രക്തസിക്ത പോരാട്ടം ഇത് ആഗ്രഹിക്കാൻ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്ക വസിയ്യത്താണ്. 8 യുദ്ധങ്ങളിൽ ആളപായമുണ്ടായി എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ ആളപായങ്ങളുടെ എണ്ണം എത്രയാണ്? 1075 പേരാണ് ഈ 8 യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത്. 1075 പേർ. അതിൽ 150 പേർ മുസ്ലിമീങ്ങൾ, 925 പേർ അമുസ്ലിമീങ്ങൾ ശത്രുപക്ഷത്ത്. ആകെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളിൽ നടന്ന യുദ്ധങ്ങളിൽ 1075 പേരാണ് മൊത്തത്തിൽ വധിക്കപ്പെട്ടത് 2 പക്ഷത്തു നിന്നും എന്നുള്ളതാണ്. അതിൽ 925 പേർ ശത്രുപക്ഷത്തെന്ന് പറയുമ്പോൾ 625 പേരാണ് യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടവർ. 625 പേർ 925-ൽ. അപ്പോൾ ബാക്കി വരുന്ന എണ്ണം 300 പേർ. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം അവർ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടവരല്ല. പിന്നെയോ അവർ ഒരു കൊടും ചതി ചെയ്തതിനാൽ, കൊടിയ വഞ്ചന ചെയ്തതിനാൽ അവർക്ക് വിധിക്കപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ്. ബനു ഖുറൈദ ജൂതഗോത്രം വിശുദ്ധ മദീനയിൽ അഹ്സാബ് യുദ്ധത്തോടനുബന്ധിച്ച് വലിയൊരു ചതി മുസ്ലിമീങ്ങളെ ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുകയുണ്ടായി. അവർ മുസ്ലിമീങ്ങളോട് യുദ്ധമില്ല കരാറിലായിരുന്നു. കിടങ്ങ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളും ഏറെ ഭയവിഹ്വലമായ അവസ്ഥയിൽ കടങ്ങ് കീറി ശത്രുവിനെ മദീനയെ തൊട്ട് പ്രതിരോധിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മദീനയുടെ തെക്ക് ഭാഗം ഈ ജൂതഗോത്രമുള്ളത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നബിയോട് യുദ്ധമില്ല കരാറിലായത് കാരണത്താൽ ആ നിലക്ക് നിർഭയനായിരുന്നു. കിടങ്ങ് കീറി മദീനയുടെ വടക്ക് ഭാഗം ശത്രുവിനെ തൊട്ട് പ്രതിരോധിച്ചപ്പോൾ അങ്ങനെ ശത്രുവിന് മദീനയിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സല കുന്നിൻ്റെ ചെരുവിൽ കഴിഞ്ഞുകൂടിയ നാളുകളിലാണ് ഒരു കൊടിയ ചതി ഈ ബനൂ ഖുറൈള ജൂതഗോത്രം നടത്തുന്നത്. അവർ നബിയോടുള്ള കരാർ ലംഘിച്ച് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുമെന്ന നിലക്ക് വർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും ഒരു കോട്ടയിലാണ് പാർപ്പിച്ചിരുന്നത്. ആ കോട്ടയിൽ വരെ തങ്ങൾ ചെല്ലും എന്നയിടത്തേക്ക് അവർ ഭീഷണി ഉയർത്തി കൊടിയ വഞ്ചന കാണിച്ചു. ആ ബനൂ ഖുറൈള ഗോത്രത്തെ
അതിൽ 300 പേരെ വധിച്ചതും കൂടി കൂട്ടിയാണ് 925 എന്നുള്ള എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊല്ലാൻ വിധിച്ചിട്ടില്ല. അതും ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ വിഷയത്തിൽ ആര് തീരുമാനിക്കണം എന്ന് നബി അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ അവരുടെ ഇഷ്ടക്കാരനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ വിധി ഞങ്ങൾ ഇഷ്ടപ്പെടും, അംഗീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിക്കാൻ വിളിക്കുകയും വിടുകയുമാണ് ഉണ്ടായത്. അദ്ദേഹമാണ് അവരിൽ ഈ കൊടിയ ചതിക്ക് ശിക്ഷ വധശിക്ഷയാണ് എന്ന് വിധിക്കുകയുണ്ടായത്. അങ്ങനെ ആ 300 പേർ അതിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവരെ കൂടി കൂട്ടിയാണ് നമ്മൾ 925 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഈ 8 യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ശത്രുപക്ഷത്തെ ആളുകൾ എന്ന് പറയുന്നത്. ആ 300 പേർ ഇല്ല എങ്കിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 625 പേർ എന്നുള്ളതാണ് നമ്മൾ വായിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രയോഗവൽക്കരിച്ചത് എങ്ങനെയെന്നതിൻ്റെ ചില വശങ്ങൾ, അനിവാര്യ വശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അത് എന്നുള്ളത് ഇവിടെ ഉണർത്തുകയാണ്. ഏതായാലും ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതിൻ്റെ ഏതാനും വിഷയങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിനെ യഥാവിധം മനസ്സിലാക്കി കൊടുക്കുവാൻ നാം ഏവർക്കും തുറവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.